ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കാൻ പോണത് ചെറുപയർ മുളപ്പിച്ചതും ഗോതമ്പ് പുട്ടാണ്. ചെറുപയർ മുളപ്പിക്കാനായിട്ട് ഇന്നിപ്പോൾ നമുക്ക് മുളപ്പിച്ച ചെറുപയർ കിട്ടണമെങ്കിൽ തലേ ദിവസമല്ല, അതിൻ്റെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞ് വാരി ഒരു പാത്രത്തിലാക്കി വെക്കുക. ചുമ്മാ വെറുതെ വെച്ചിരുന്നാൽ മതി. അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതേപോലെ മുളയൊക്കെ വന്നിരിക്കും. നമ്മുടെ ആരോഗ്യവും നമ്മുടെ വീട്ടിലുള്ള ആരോഗ്യവും സ്ത്രീകളായ നമ്മുടെ പ്രധാന ഒരു അജണ്ടയിൽ പെട്ട സാധനമാണ്. അതുണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഒരുപാട് വേവിച്ചതിൻ്റെ ഗുണമൊന്നും കളയരുത്. കുക്കറിൽ വെള്ളം തളിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ, പിന്നെ അതേപോലെ തന്നെ ഉള്ളിയും തേങ്ങയും ഇതൊക്കെ കൂടി ഇട്ടിട്ട് ചീനച്ചട്ടിയിലൊന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് വെന്ത് പോകരുതെന്ന് മാത്രം. എന്നിട്ട് ഗോതമ്പ് പുട്ടും കൂട്ടി കഴിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.